അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഡയറക്റ്റ് ഹോം PSCയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ഒരു ടോപ്പിക്കിൻ്റെ പാർട്ട് 3 ആണ്. പാർട്ട് 1 പാർട്ട് 2 ഓൾറെഡി നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് അതായത് എപ്പിസോഡ് 3 ആണ്. അപ്പോൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള പബ്ലിക് സർവീസ് ആക്ട്, കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ്, കേരള സർവീസ് റൂൾസ്, അതുപോലെ തന്നെ കേരള സിവിൽ സർവീസ് നിയമം 1960, പിന്നെ കേരള ഗവൺമെൻറ് സർവൻസ് കണ്ടക്ട് റൂൾ 1960. അപ്പോൾ അങ്ങനത്തെ വളരെ പ്രധാനപ്പെട്ട ചില നിയമങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ ആരംഭിക്കാൻ പോകുന്നൊരു ടോപ്പിക് എന്താണെന്നുണ്ടെങ്കിൽ കേരള ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ട് നിയമത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ആരംഭിക്കാം. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞത് കേരള ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ട് നിയമം. അതിലാദ്യത്തെ ഫാക്റ്റ്, കേരള ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ട് നിയമം നിലവിൽ വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1964 ഏപ്രിൽ മാസം 1-നാണ്. അപ്പോൾ 1964 ഏപ്രിൽ മാസം 1-നാണ് കേരള ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ട് നിയമം നിലവിൽ വന്നത്. അടുത്ത ഫാക്റ്റ്, ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ട് നിയമം 1964 അടങ്ങിയിരിക്കുന്ന ചട്ടങ്ങളും നടപടിക്രമങ്ങളും അനുസരിച്ച് കേരളത്തിൽ ജോലി ചെയ്യുന്ന കേരള സംസ്ഥാന ജീവനക്കാരുടെയും ഹൈക്കോടതി ജഡ്ജിമാരുടെയും അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരുടെയും വ്യക്തിഗത GPF അക്കൗണ്ട് ജനറൽ പരിപാലിക്കുന്നു. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ട് നിയമം 1964 അടങ്ങിയിരിക്കുന്ന ചട്ടങ്ങളും നടപടിക്രമങ്ങളും അനുസരിച്ചിട്ട് കേരളത്തിൽ ജോലി ചെയ്യുന്ന കേരള സംസ്ഥാന ജീവനക്കാരുടെയും അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജിമാരുടെയും അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരുടെയും വ്യക്തിഗത GPF അക്കൗണ്ട് ജനറൽ പരിപാലിക്കുന്നു. അടുത്ത ഫാക്റ്റ്, ഈ നിയമപ്രകാരം ഫണ്ടുകൾ സൂക്ഷിക്കുന്നത് ഇന്ത്യൻ രൂപയിലാണ്. അപ്പോൾ നമ്മുടെ കേരള ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ട് നിയമപ്രകാരം ഫണ്ടുകൾ സൂക്ഷിക്കുന്നത് ഇന്ത്യൻ രൂപയിലാണ്, അതായത് ഇന്ത്യൻ കറൻസിയിലാണ് ഫണ്ടുകൾ സൂക്ഷിക്കുന്നത്. നെക്സ്റ്റ്, കേരള സർക്കാരിൻ്റെ താഴെ പറയുന്ന വിഭാഗങ്ങളിലെ ജീവനക്കാർക്ക് GPFൽ ചേരാൻ അർഹതയുണ്ട്. അപ്പോൾ ഇനി പറയുന്ന വിഭാഗക്കാർക്ക് നമ്മുടെ GPFൽ ചേരാൻ അർഹതയുള്ള ആൾക്കാരാണ്. അപ്പോൾ ആദ്യത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് പെൻഷൻ അറിയിക്കുന്ന ഏതെങ്കിലും സേവനത്തിലെ എല്ലാ സ്ഥിര ജീവനക്കാർക്കും. പിന്നത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പ്രൊബേഷൻ കാലയളവിലുള്ള ജീവനക്കാർ പ്രൊബേഷൻ കാലയളവ് പൂർത്തിയാക്കുമ്പോൾ GPF അംഗമാകും. പിന്നെ ഏതെങ്കിലും സേവനത്തിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്നവർ 1 വർഷത്തെ സേവനം പൂർത്തിയാക്കുമ്പോൾ അവർക്കും GPFൽ അംഗമാകാൻ സാധിക്കും. പിന്നത്തെ 1 വർഷത്തെ സേവനം പൂർത്തിയാകുമ്പോൾ എല്ലാ പാർട്ട് ടൈം ജീവനക്കാരും GPFൽ അംഗമാകാവുന്നതാണ്. അപ്പോൾ ഈ 4 കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കാണ് GPFൽ അംഗമാകാനായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെയാണ് ഈ പറഞ്ഞ പോലെ കേരള സർക്കാരിൻ്റെ GPFൽ ചേരാൻ അർഹതയുള്ളത്? ഒന്നാമത്തേത്, ഈ പെൻഷൻ അറിയിക്കുന്ന ഏതെങ്കിലും സേവനത്തിലെ എല്ലാ സ്ഥിര ജീവനക്കാർക്കും ഇതിൽ അംഗമാകാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രൊബേഷൻ കാലയളവിലുള്ള ജീവനക്കാർ പ്രൊബേഷൻ കാലയളവ് പൂർത്തിയാക്കുന്നൊരു സമയത്ത് GPFൽ അംഗമാകാൻ അവർ എലിജിബിളാണ്. പിന്നെ പറഞ്ഞത്, ഏതെങ്കിലും സേവനത്തിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്നവർ ഈ 1 വർഷത്തെ സേവനം പൂർത്തിയാക്കുന്നൊരവസരത്തിൽ അവർക്കും അംഗമാകാൻ സാധിക്കും. പിന്നെ 1 വർഷത്തെ സേവനം പൂർത്തിയാകുമ്പോൾ എല്ലാ പാർട്ട് ടൈം ജീവനക്കാർക്കും ഈ 1 വർഷത്തെ സേവനം പൂർത്തിയാക്കുന്ന സമയത്ത് GPFൽ അംഗമാകാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയുമാണ് നമുക്ക് കേരള ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ട് നിയമത്തെക്കുറിച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നൊരു ടോപ്പിക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സർവീസുകളും അത് ആരംഭിച്ച വർഷങ്ങളും നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് ഇന്ത്യൻ ഫോറിൻ സർവീസസ് ആരംഭിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1946 പിന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആരംഭിച്ചത് 1966 വർഷത്തിലാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് ആരംഭിച്ചത് 1961 ഇന്ത്യൻ പോലീസ് സർവീസ് ആരംഭിച്ചത് 1948 അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇന്ത്യൻ ഫോറിൻ സർവീസ് ആരംഭിച്ചത് 1964 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആരംഭിച്ചത് 1966 1966. പിന്നെ ഇന്ത്യൻ എക്കണോമിക് സർവീസ് ആരംഭിച്ചത് 1961 അതുപോലെ തന്നെ ഇന്ത്യൻ പോലീസ് സർവീസ് ആരംഭിച്ചത് 1948. ഇനി നമുക്കൊരു 2021 നടന്ന ഒരു എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കി പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്:
താഴെ പറയുന്നവയിൽ ഏത് വിഭാഗം ഉദ്യോഗസ്ഥരാണ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നതെന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്, ബി കേരള ട്രഷറി സർവീസ്, സി കേരള റവന്യൂ സർവീസ്, ഡി കേരള വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരമാണ് ഓപ്ഷൻ എ കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. താഴെ പറയുന്നവയിൽ ഏത് വിഭാഗം ഉദ്യോഗസ്ഥരാണ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്? അപ്പോൾ കേരള സബോർഡിനേറ്റ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിഭാഗക്കാരാണ് നമ്മുടെ കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ ടോപ്പിക്കായിട്ടുള്ള കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതായത് KAS കുറിച്ച് പഠിക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായിട്ടുള്ള കേരളം രൂപം നൽകിയ വിഭാഗമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അതായത് നമ്മുടെ കേരള PSCനെ സംബന്ധിച്ച് ഏറ്റവും ഹയസ്റ്റ് എക്സാം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. നമ്മുടെ ഈ പറഞ്ഞ പോലെ ഡിഗ്രി ലെവൽ എക്സാം ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, അപ്പോൾ അതിനൊക്കെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നൊരു എക്സാമാണ്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായിട്ട് നമ്മുടെ കേരള സർക്കാർ ഉണ്ടാക്കിയെടുത്തൊരു എക്സാമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതായത് KAS നിലവിൽ വന്ന ഡേറ്റ് നിങ്ങൾ ഫുള്ളായിട്ട് പഠിച്ചു വയ്ക്കുക. 2018 ജനുവരി മാസം 1-നാണിത് നിലവിൽ വന്നത്. അതിൻ്റെ ആദ്യത്തെ എക്സാം നടന്നത് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നത് എനിക്ക് തോന്നുന്നത് 2020 ജനുവരി ഫെബ്രുവരി ആ ഒരു ടൈമിലാണെന്ന് എനിക്ക് തോന്നണത്, അറിയില്ല. ആ ഒരു സമയത്ത് കുറേ പേര് ഇതിന് അപ്ലൈ ചെയ്തതായിട്ട് ചെറിയ ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് ആദ്യം എക്സാം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിൽ വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 2018 ജനുവരി മാസം 1-നാണ്. നെക്സ്റ്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പോൾ നമ്മുടെ സംസ്ഥാന PSC ആണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമങ്ങളാണ് കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. അപ്പോൾ നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയായിട്ട നിയമമാണ് കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 എന്ന് പറയുന്നത്. അടുത്തത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടറാണ്. അപ്പോൾ ഈ രണ്ട് പേര്, അതായത് ചീഫ് സെക്രട്ടറിയും ജില്ലാ കളക്ടറുമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്. ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ നമുക്ക് പഠിക്കാനുള്ളൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ വൃന്ദം, അതായത് ബ്യൂറോക്രസിനെ സംബന്ധിച്ചാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും രാജ്യത്തിൻ്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തി അവയെ ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ടെസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തി അവയെ ശാസ്ത്രീയമായിട്ട് വിനിയോഗിക്കാനും ഉള്ള പദ്ധതികൾ തയ്യാറാക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു ആൾക്കാരെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ പറയുന്നതാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്നത്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. ജസ്റ്റ് നോർമൽ ഫാക്റ്റ് ആണ്. അപ്പോൾ പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. നെക്സ്റ്റ് ഉദ്യോഗസ്ഥ ഭരണം, അതായത് ബ്യൂറോക്രസി എന്ന പദം ആവിഷ്കരിച്ചത് വിൻസെൻ്റ് ഡി ഗവർണി എന്ന വ്യക്തിയാണ്. അപ്പോൾ അത് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഫാക്റ്റാണ്, അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഫാക്റ്റാണ്. അപ്പോൾ എന്താ പറഞ്ഞത്, ഉദ്യോഗസ്ഥ ഭരണം, അതായത് ബ്യൂറോക്രസി എന്ന പദം, ആ ഒരു വാക്ക് ആവിഷ്കരിച്ചത് വിൻസെൻ്റ് ഡി ഗവർണി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോൾ അത്രയുമാണ് നമുക്ക് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥ വൃന്ദത്തെക്കുറിച്ചുള്ള ബേസിക്കായിട്ടുള്ള ചില ഐഡിയ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അടുത്തതായിട്ട് ഉദ്യോഗസ്ഥ വൃന്ദവുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ആർട്ടിക്കിൾസ് നോക്കാം. അപ്പോൾ ആർട്ടിക്കിൾ 309, ഈ ആർട്ടിക്കിളിനെ പറ്റി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആർട്ടിക്കിളിനെ ബേസ് ചെയ്ത് നിലവിൽ വന്ന ചില നിയമങ്ങളും ചില ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 309 യൂണിയനെയോ സംസ്ഥാനങ്ങളെയോ സേവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിയമനവും സേവന വ്യവസ്ഥകളെയും കുറിച്ച് സംബന്ധിക്കുന്ന ആക്റ്റാണ് ആർട്ടിക്കിൾ 309. അപ്പോൾ ആർട്ടിക്കിൾ 309 എന്ന് പറയുന്നത്
യൂണിയനെയോ സംസ്ഥാനത്തെയോ സേവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിയമനവും സേവന വ്യവസ്ഥകളെയും സംബന്ധിച്ച ഒരു ആക്റ്റാണ് ആർട്ടിക്കിൾ 309 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 310 അപ്പോൾ യൂണിയൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ കാലാവധിയെക്കുറിച്ച് സംബന്ധിക്കുന്ന ആക്റ്റാണ് ആർട്ടിക്കിൾ 310 എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 310 എന്ന് പറയുന്നത് നമ്മുടെ യൂണിയൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ കാലാവധിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ പരാമർശിക്കുന്ന ഒരു വകുപ്പാണ്. അടുത്തത് ആർട്ടിക്കിൾ 311 311 യൂണിയൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ കീഴിൽ സിവിൽ പദവികളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പിരിച്ചുവിടലും നീക്കം ചെയ്യലും തരം താഴ്ത്തലെയും കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 311. അപ്പോൾ ആർട്ടിക്കിൾ 311 പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിയൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ കീഴിൽ സിവിൽ പദവികളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പിരിച്ചുവിടലും നീക്കം ചെയ്യലും തരം താഴ്ത്തലും. അപ്പോൾ ഈ 3 ടൈം മനസ്സിലാക്കുക. ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരുടെ പിരിച്ചുവിടലും നീക്കം ചെയ്യലും തരം താഴ്ത്തലെയും സംബന്ധിച്ചുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 311 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 312. അപ്പോൾ 312 അഖിലേന്ത്യാ സർവീസുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അഖിലേന്ത്യാ സർവീസുകളെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 312. ഇനി ആർട്ടിക്കിൾ 315 അത് പറയുന്നത് യൂണിയനും സംസ്ഥാനങ്ങൾക്കും വേണ്ടിയുള്ള പബ്ലിക് സർവീസ് കമ്മീഷനുകളെ കുറിച്ചാണ്. അപ്പോൾ ആർട്ടിക്കിൾ 315 പരാമർശിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ യൂണിയനും സംസ്ഥാനങ്ങൾക്കും വേണ്ടിയുള്ള പബ്ലിക് സർവീസ് കമ്മീഷനുകളെ കുറിച്ച്. നെക്സ്റ്റ് ഒരു ആർട്ടിക്കിളാണ് 316. പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ നിയമനവും ഉദ്യോഗസ്ഥ കാലാവധിയും കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് 316. അപ്പോൾ നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ നിയമനത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ഈ കാലാവധിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 316 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 317 പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഒരംഗത്തെ നീക്കം ചെയ്യലും സസ്പെൻഡ് ചെയ്യലും സംബന്ധിച്ച്. അപ്പോൾ നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഒരംഗത്തെ നീക്കം ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യണമെങ്കിലും അപ്പോൾ അങ്ങനത്തെ ചില പ്രവൃത്തികൾക്ക് സംബന്ധിച്ച് നമ്മൾ പരാമർശിക്കപ്പെടുന്ന ആർട്ടിക്കിളാണ് 317. അപ്പോൾ ആർട്ടിക്കിൾ 317 എന്താണ് പറയണത്? ഈ പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഒരംഗത്തെ ഒരു സിംഗിൾ പേഴ്സണെ നീക്കം ചെയ്യുന്നതിലും അതുപോലെ തന്നെ സസ്പെൻഡ് ചെയ്യുന്നതിലെയും സംബന്ധിച്ചിട്ടുള്ള വകുപ്പാണ് 317. നെക്സ്റ്റ് 318 ഈ കമ്മീഷൻ്റെ അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സേവന വ്യവസ്ഥകളെക്കുറിച്ച് റെഗുലേഷനുകൾ ഉണ്ടാക്കാനുള്ള അധികാരം. അപ്പോൾ ആർട്ടിക്കിൾ 318 പറയുന്ന കാര്യം കമ്മീഷൻ്റെ അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സേവന വ്യവസ്ഥകളെക്കുറിച്ച് റെഗുലേഷനുകൾ ഉണ്ടാക്കാനുള്ള അധികാരത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 318. നെക്സ്റ്റ് ആർട്ടിക്കിൾ 319 പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങൾ അവരുടെ കാലാവധി അവസാനിക്കുമ്പോൾ മറ്റ് ഉദ്യോഗങ്ങൾ വഹിക്കുന്നതിനുള്ള നിരോധനം. അപ്പോൾ ആർട്ടിക്കിൾ 319 എന്താ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങൾ അവരുടെ കാലാവധി കഴിഞ്ഞ് അല്ലെങ്കിൽ കാലാവധി അവസാനിക്കുന്നൊരു അവസരത്തിൽ മറ്റ് ഉദ്യോഗങ്ങൾ വഹിക്കുന്നതിനുള്ള നിരോധനം അതിനെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 319. നെക്സ്റ്റ് ആർട്ടിക്കിൾ 320 പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചുമതലകളെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 320. അപ്പോൾ പബ്ലിക് സർവീസിൻ്റെ ചുമതലകളെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് 320. പിന്നെ അടുത്തൊരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 322, അതായത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെലവുകൾ. അപ്പോൾ ചെലവുകളെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് 322. നെക്സ്റ്റ് ആർട്ടിക്കിൾ 323 പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ റിപ്പോർട്ടുകളെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് 323. അത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള 3 ആർട്ടിക്കിൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ആർട്ടിക്കിൾ 320 എന്ന് പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചുമതലകളെക്കുറിച്ചാണ്. ആർട്ടിക്കിൾ 322 പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെലവുകളെ സംബന്ധിച്ചാണ്. പിന്നെ ആർട്ടിക്കിൾ 323 എന്ന് പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ റിപ്പോർട്ടുകളെ സംബന്ധിച്ചാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ആർട്ടിക്കിൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾറെഡി നമ്മൾ ഒരുപാട് ആർട്ടിക്കിൾസ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഭരണഘടന എന്ന ടോപ്പിക്കിൽ പഠിക്കുന്നുണ്ട്. അതിന് പുറമെ ഇപ്പോൾ ഈ പറഞ്ഞ ആർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചത് കേരള ഭരണവും ഭരണ സംവിധാനങ്ങൾ എന്ന ടോപ്പിക്കിലാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക.
അപ്പോൾ അത്രയുമാണ് ഈ ആർട്ടിക്കിൾസിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നതാണ് പൊതുഭരണം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അതിൽ ഫസ്റ്റ് ഫാക്റ്റ്, രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നത് അറിയപ്പെടുന്നതാണ് പൊതുഭരണമെന്ന്. ഈ ഒരു ഫാക്റ്റ് ശരിക്കും പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ SCR ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഒരു ഫാക്റ്റാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നത് അറിയപ്പെടുന്നതാണ് പൊതുഭരണം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്, മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ്, ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവും ആകുന്നത് പൊതുഭരണത്തിലൂടെയാണ്. അപ്പോൾ നമ്മുടെ ജനാധിപത്യ ഭരണം എന്ന് പറയുന്നത് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്, അതുപോലെ തന്നെ കാര്യക്ഷമമാകുന്നത് പൊതുഭരണത്തിലൂടെയാണ്. നെക്സ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് ലഭിച്ചത് അല്ലെങ്കിൽ ഉത്ഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. നെക്സ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ എന്ന പദത്തിൻ്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ സേവനം എന്നാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എന്ന പദത്തിൻ്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ സേവനം എന്നാണ്. നെക്സ്റ്റ്, പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ 4 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഏതിൽ? പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്നൊരു ടോപ്പിക്കിൽ. അപ്പോൾ പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, പിന്നെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. നെക്സ്റ്റ്, പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത് എന്തൊക്കെയാണ്? എല്ലാവരുടെയും താല്പര്യ സംരക്ഷണം, അതുപോലെ തന്നെ കൂടുതൽ പരിരക്ഷയും പരിഗണനയും വേണ്ടവർക്ക് പ്രത്യേകമായ പരിരക്ഷയും പരിഗണനയും കൊടുക്കണമെന്നാണ്. അപ്പോൾ ഈ പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ട കാര്യങ്ങളാണ് എല്ലാവരുടെയും താല്പര്യ സംരക്ഷണം, അതുപോലെ തന്നെ കൂടുതൽ പരിരക്ഷയും പരിഗണനയും വേണ്ടവർക്ക് പ്രത്യേകമായ പരിരക്ഷയും പരിഗണനയും കൊടുക്കണം എന്ന് 2 കാര്യങ്ങളാണ് ഗാന്ധിജി പൊതുഭരണത്തിലൂടെ ലക്ഷ്യമിട്ടത്. അപ്പോൾ അടുത്തത്, നമ്മുടെ ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള പൊതുഭരണ സംവിധാനം നിലവിൽ വന്ന കാലഘട്ടമാണ് ബ്രിട്ടീഷ് കാലഘട്ടം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ഒരു പൊതുഭരണ സംവിധാനം നിലവിൽ വന്ന കാലഘട്ടമാണ് ബ്രിട്ടീഷ് കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ പൊതുഭരണം എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞ ഫാക്റ്റാണ്, അതായത് രാജ്യത്തെ നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നത് അറിയപ്പെടുന്നതാണ് പൊതുഭരണം എന്നത്. അത് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയ ഫാക്റ്റാണ്, മനസ്സിലാക്കി വെക്കണം. കാരണം അത് 10ാം ക്ലാസ്സിലെ ഒരു SCRT ഫാക്റ്റാണ്. അപ്പോൾ ആ ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ എപ്പിസോഡിൽ അവസാനമായിട്ട് പഠിക്കാനുള്ള ഒരു ഫാക്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിൻ്റെ ലക്ഷ്യമാണ്. അതായത് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൗരന്മാർക്ക് സദ്ഭരണവും ഉദ്യോഗസ്ഥർക്ക് തൃപ്തികരമായ സർവീസ് സമ്പ്രദായവുമാണ് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗരന്മാർക്ക് സദ്ഭരണവും ഉദ്യോഗസ്ഥർക്ക് തൃപ്തികരമായ സർവീസ് സമ്പ്രദായവുമാണ് ഉദ്യോഗസ്ഥ ഭരണ വകുപ്പ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാറ്റഗറിയാണ് നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥ വൃന്ദവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദങ്ങൾ. അതെന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.